നടത്തിയ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം പുനഃസ്ഥാപിക്കാൻ തീരുമാനമായത്. അടിസ്ഥാന സൗകര്യങ്ങളില്ലാതെ വലയുകയാണ് കൊല്ലം വിളക്കുടി പഞ്ചായത്തിലെ ഹരിതകർമ്മ സേനാംഗങ്ങൾ. ശേഖരിക്കുന്ന മാലിന്യങ്ങൾ സൂക്ഷിക്കാൻ പോലും കഴിയാത്ത സ്ഥിതിയിലാണ് സേനാംഗങ്ങൾ. നിരവധി തവണ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായില്ലെന്നാണ് ആക്ഷേപം. 2016 ട്രെയിനിംഗ് നൽകിയ ശേഷം 2019 ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം ആരംഭിച്ചത്. 20 വാർഡുകളുള്ള വിളക്കുടി ഗ്രാമപഞ്ചായത്തിൽ നിലവിൽ 40 അംഗങ്ങളാണുള്ളത്. ഹരിതകർമ്മസേനയുടെ പ്രവർത്തനം തുടങ്ങിയ നാൾ മുതൽ തന്നെ പഞ്ചായത്ത് അധികൃതർ സേനാംഗങ്ങൾക്ക് മതിയായ സൗകര്യങ്ങൾ ഒരുക്കി നൽകിയിട്ടില്ലെന്നാണ് പരാതി. ശേഖരിച്ചു കൊണ്ടുവരുന്ന പ്ലാസ്റ്റിക് മാലിന്യങ്ങൾ സൂക്ഷിച്ചു വെക്കാൻ മെറ്റീരിയൽ കളക്ഷൻ ഫെസിലിറ്റി തുടക്കം മുതൽ തന്നെ ലഭിച്ചിട്ടില്ല. ഫിറ്റ്നസ് റദ്ദാക്കപ്പെട്ട കുന്നിക്കോട് ചന്തയിലെ കെട്ടിടത്തിലാണ് ഇവർ മാലിന്യങ്ങൾ വെക്കുന്നത്. എന്നാൽ കാലപ്പഴക്കത്താൽ കേടുപാടുകൾ സംഭവിച്ച കെട്ടിടത്തിന്റെ കോൺക്രീറ്റ് ഭാഗങ്ങൾ അടർന്നു വീഴുന്നത് ഭീഷണിയായി. ഇക്കാര്യങ്ങൾ ചൂണ്ടിക്കാട്ടി നിരവധി തവണ സേനാംഗങ്ങൾ പഞ്ചായത്ത് അധികൃതർക്ക് പരാതി നൽകിയെങ്കിലും പരിഹാരമുണ്ടായിട്ടില്ലെന്നാണ് സേനാംഗങ്ങൾ പറയുന്നത്. മുഖ്യമായിട്ടുള്ള പ്രശ്നം എന്ന് പറഞ്ഞാൽ ഇപ്പം ഇഴജന്തുക്കളുടെ ശല്യം, അതുപോലെ തന്നെ ഈ കെട്ടിടങ്ങൾ ഇവിടെ ഉള്ളവർക്കറിയാം, വർഷങ്ങളായിട്ട് പഴക്കമുള്ളൊരു കെട്ടിടം ഇത്. ആ ഓരോ ഭാഗങ്ങളും ഇടിഞ്ഞു വീണ് അതിങ്ങനെ ഭയമായിട്ട് ഉള്ളൊരു അവസ്ഥയിലാണ് ഞങ്ങൾ ഇന്ന് ജോലി ചെയ്യുന്നത്. ഈ ഒരു അവസ്ഥയിൽ എൻ്റെ ജോലിക്കാരോട് ഇത് ജോലി ചെയ്യാൻ പോലും പറയാനുള്ള ഒരു അർഹതയില്ല. ഞങ്ങളുടെ ശോചനീയാവസ്ഥ ഞങ്ങളുടെ പഞ്ചായത്തിൽ സെക്രട്ടറിയെ ഫ്രണ്ട് ഓഫീസ് വഴി തന്നെ രേഖാമൂലം ഞങ്ങൾ അറിയിച്ചിട്ടുണ്ട്. വർഷങ്ങൾക്ക് മുൻപ് കഴിഞ്ഞ UDF ഭരണസമിതി കാലത്ത് പഞ്ചായത്ത് വ്യാപാര സമുച്ചയത്തിനോട് ചേർന്ന് ഒരു കെട്ടിടം MCFന് വേണ്ടി നിർമ്മിച്ചെങ്കിലും സ്ഥല സൗകര്യങ്ങളുടെ അഭാവത്താലും പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്നും പ്രവർത്തനം ഉപേക്ഷിക്കുകയായിരുന്നു. പിന്നീട് വന്ന LDF ഭരണസമിതി കെട്ടിടം നവീകരിച്ചെങ്കിലും തുറന്നു നൽകിയില്ല. പ്രദേശവാസികളുടെ എതിർപ്പിനെ തുടർന്നാണ് തുറന്നു നൽകാത്തതെന്നാണ് പഞ്ചായത്ത് ഭരണസമിതിയുടെ വിശദീകരണം. പ്രശ്നത്തിന് ഉടനടി പരിഹാരം കണ്ടെത്തിയില്ലെങ്കിൽ അനിശ്ചിതകാലത്തേക്ക് പണിമുടക്കുമായി മുന്നോട്ടു പോകാനാണ് ഹരിതകർമ്മ സേനാംഗങ്ങളുടെ തീരുമാനം. കേരള വിഷൻ ന്യൂസ്, കൊല്ലം. ദേശീയപാത 85 നിർമ്മാണത്തിന്റെ ഭാഗമായി മണ്ണെടുത്ത് മാറ്റിയപ്പോൾ അപകടാവസ്ഥയിലായതും വാസയോഗ്യമല്ലാത്തതുമായ നിരവധി വീടുകൾ. ദേശീയപാതയിലെ 2ാം മൈൽ മുതൽ നേര്യമംഗലം വരെയുള്ള ഭാഗത്തെ നിരവധി വീടുകളാണ് അപകടാവസ്ഥയിലായിരിക്കുന്നത്. റോഡ് വികസനം ആവശ്യമാണ്.